വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള സമർപ്പണം. 15-ാം ദിവസം. ദാവീദിൻ്റെ വിശിഷ്ട സന്താനമായ യൗസേപ്പ്. ദൈവവചനം. കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ധ്യാനം. കുലീനമായ കുടുംബത്തിൽ പിറക്കാനാവുക വലിയ ഭാഗ്യമാണ്. മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങളിലെല്ലാം ദാവീദിൻ്റെ വംശപരമ്പരയിൽ നിന്നുള്ളവൻ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. യൂദാവംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവനാണ് വിജയം വരിക്കുന്നത്. ജോസഫ് മഹത്തായ ഈ പാരമ്പര്യത്തിൻ്റെ കണ്ണിയാണ്. പുതിയ നിയമം രക്ഷാകര ചരിത്രം വിവരിക്കുന്നത് ജോസഫിൻ്റെ കുടുംബകഥ പറഞ്ഞുകൊണ്ടാണല്ലോ. ജോസഫിൻ്റെ മകനെന്ന വിധത്തിലാണ് സകല അവകാശങ്ങളും ആനുകൂല്യങ്ങളും മനുഷ്യനായി അവതരിച്ച രക്ഷകനിൽ എത്തുന്നത്. ദാവീദിൻ്റെ പുത്ര എന്ന് ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ച് ആര് വിളിച്ചാലും ജോസഫിൻ്റെ സ്മരണ കടന്നു വരാതിരിക്കാനാവില്ല. ദാവീദിൻ്റെ പുത്രനെന്ന് സുവിശേഷം വിശേഷിപ്പിച്ചിട്ടുള്ളത് രണ്ടുപേരെ മാത്രമാണ്, യൗസേപ്പിനെയും ക്രിസ്തുവിനെയും. ഓ മഹത്വവാനായ യൗസേപ്പേ, ദൈവസുതൻ്റെ പേരും കുടുംബവും നിന്നിലൂടെ രൂപപ്പെട്ടു എന്നറിയുമ്പോൾ നിനക്ക് സ്വർഗം നൽകിയ വലിയ അംഗീകാരത്തെ ഞങ്ങൾ വാഴ്ത്തിപ്പാടുന്നു. പരമ്പരാഗതമായ എത്രയെത്ര പ്രാർത്ഥനകളാണ് നീ യേശുവിൻ്റെ അതിരത്തിൽ വച്ചു കൊടുത്തത്. ഇസ്രായേലേ, കേൾക്കുക. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. ഈ വാക്കുകൾ അതിലൊന്നു മാത്രം. തിരുക്കുടുംബത്തിൻ്റെ ഭരണകർത്താവായ ജോസഫിൽ പൂർവ്വ ജോസഫിൻ്റെ പൂർണ്ണത കാണാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പൂർവ്വ ജോസഫ് തിരുക്കുടുംബത്തിൻ്റെ നാഥനായ ജോസഫിൻ്റെ ആദിരൂപമാണ്. പേരിൽ മാത്രമല്ല, ജീവിതയാത്രയിലും ഏറെ സാദൃശ്യങ്ങളുണ്ട്. രണ്ടുപേരുടെയും മാതാപിതാക്കൾക്ക് യാക്കോബ്, റാഹേൽ എന്നീ പേരുകളാണുള്ളത്. പൂർവ്വപിതാവായ ജോസഫിനെ യാക്കോബ് പ്രത്യേകം സ്നേഹിച്ചിരുന്നു. രക്ഷകൻ്റെ പിതാവായ ജോസഫിനെ ദൈവം പ്രത്യേകം സ്നേഹിച്ചിരുന്നു. പൂർവ്വ ജോസഫിൻ്റെ സഹോദരന്മാർ അവനെ അടിമയായി വിറ്റു. നമ്മുടെ ജോസഫിനെ അവൻ്റെ മാതാപിതാക്കന്മാരുടെ മരണശേഷം പാരമ്പര്യമനുസരിച്ച് സ്വന്തക്കാർ തന്നെ കൊള്ളയടിച്ചു. ഒടുവിൽ ജെറുസലേമിലെത്തി ആശാരിപ്പണി പരിശീലിച്ചു. രണ്ട് ജോസഫുമാരോടും ദൈവം സ്വപ്നത്തിൽ സംസാരിച്ചു. രണ്ടുപേരും നീതിമാന്മാരും പരിശുദ്ധന്മാരുമായിരുന്നു. രണ്ടുപേരും അവരുടെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ ഈജിപ്തിലേക്ക് കുടിയേറി. തൻ്റെ യജമാനൻ്റെ ഭാര്യയെ സ്പർശിക്കാത്ത പൂർവ്വ ജോസഫ് വിശ്വസ്തത തെളിയിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുടെ പരിശുദ്ധിക്ക് മങ്ങലേൽക്കാതെ നമ്മുടെ ജോസഫ് വിശ്വസ്തനായിരുന്നു. ഒരാൾ ഈജിപ്തുകാരുടെ ക്ഷേമത്തിനായി കൊയ്തെടുത്ത ധാന്യമെല്ലാം അറപ്പുരയിൽ ശേഖരിച്ചു. നമ്മുടെ ജോസഫ് വിശ്വാസികൾക്ക് ശക്തിയും പോഷണവും നൽകാനായി അയക്കപ്പെട്ട ജീവവൃക്ഷത്തിൻ്റെ രക്ഷിതാവായിരുന്നു. പൂർവ്വ ജോസഫ് സ്വന്തം പിതാവിനും സഹോദരന്മാർക്കും ആശ്വാസ കേന്ദ്രമായിരുന്നു. നമ്മുടെ ജോസഫ് എല്ലാ വിശ്വാസികൾക്കും എല്ലാ കാലത്തും ആശ്വാസമാകുന്നു. ഈജിപ്തിലെ യജമാനനായിരുന്നു പൂർവ്വ ജോസഫെങ്കിൽ രക്ഷകൻ്റെ പിതാവായ ജോസഫ് വിശ്വാസികളുടെ എല്ലാം യജമാനനാണ്. പ്രാർത്ഥന. ദാവീദിൻ്റെ വിശിഷ്ട സന്താനമായ മാർ യൗസേപ്പേ, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിത നിയോഗം പൂർത്തിയാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.